വി രാജേഷ് ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി, ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്യും. ഡീറ്റെയിൽ ഞാൻ ഇത് കഴിഞ്ഞ ഈ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞിട്ട് പറയാം. എല്ലാവർക്കും പരിപാടിയുള്ളതാണ് കൗൺസിലേഴ്സിനൊക്കെ. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. ഒരുമിച്ച് ഇത് മീറ്റിംഗ് കഴിയട്ടെ, ഞാൻ പറയാം. കൗൺസിലേഴ്സിനൊക്കെ യോഗം നടക്കാൻ പോകുന്നു. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് വി രാജേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വി രാജേഷ്, ആർ ശ്രീലേഖ എന്നിങ്ങനെ പേരുകൾ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. പിന്നീട് ആർ ശ്രീലേഖയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഒടുവിൽ വി രാജേഷ് തന്നെ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിയാകുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനും ബിജെപി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പലകുറി നടന്ന ചർച്ചകൾക്കൊടുവിൽ RSS ഇടപെടലോടെയാണ് ഇപ്പോൾ വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആശാനാഥിന്റെ പേര് അത് മുന്നോട്ട് വെച്ചതും RSS തന്നെയാണ്. സംസ്ഥാന നേതൃത്വം നേരത്തെ ആർ ശ്രീലേഖയുടെ പേര് മുന്നോട്ട് വെച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ബിജെപിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞതിന് പിന്നിൽ RSSന്റെ ഇടപെടലുണ്ട്, RSSന്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് തന്നെ RSS മുന്നോട്ട് വെച്ച ഒരു പേര് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബിജെപിക്ക് ഗുണം ചെയ്യണം എന്നുള്ള തരത്തിൽ RSS മുന്നോട്ട് വെച്ച ഒരു പേര്, ആ പേരിലേക്ക് തന്നെ ബിജെപി നേതൃത്വവും പിന്നീട് എത്തുകയായിരുന്നു. അങ്ങനെ വി രാജേഷ് തിരുവനന്തപുരത്ത് ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി ആകുന്നു. അല്പസമയത്തിനകം വി രാജേഷിന്റെ പ്രതികരണം ഉണ്ടാകും. ഇപ്പോൾ ബിജെപി കൗൺസിലർമാരുടെ യോഗം അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.